ഇപ്പോൾ കത്തോലിക്ക കോൺഗ്രസ് മീഡിയ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് മനു ജെ വരാപ്പള്ളി കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ഈ ന്യൂനപക്ഷങ്ങളുമായി, പ്രത്യേകിച്ച് ക്രൈസ്തവ ജനവിഭാഗങ്ങളുമായി വലിയൊരു ഊഷ്മള ബന്ധം സ്ഥാപിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം ഉള്ള BJPയുടെ നേതാക്കൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ക്രിസ്മസ് ദിനത്തിലെല്ലാം കണ്ടതാണ്. ഇത്തരത്തിൽ വിരുന്നൊരുക്കി സഭാധ്യക്ഷന്മാരെ വിളിക്കുകയും അവരെ ചേർത്ത് നിർത്തുന്ന ഒരു സമീപനം ഉണ്ടാകുമെന്ന് പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ അത്തരത്തിൽ ശ്രമങ്ങൾ നടക്കുമ്പോൾ പോലും ഇപ്പുറത്ത് വിവിധ നിയമങ്ങളുടെ പേരിൽ, വിവിധ സംഘടനകളുടെ പേരിൽ ഈ ക്രൈസ്തവ വിഭാഗം വേട്ടയാടപ്പെടുന്ന ഒരു സ്ഥിതിവിവര കണക്ക് തന്നെയാണ് ഇന്ന് ദീപികയിലെ മുഖപത്രത്തിൽ വളരെ കൃത്യമായി വന്നത്. KCBCയുടെ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ ഫാദർ ജേക്കബ് ജി പാലക്കാപ്പള്ളി വളരെ വിശദമായ ഒരു ലേഖനം കൊടുത്തിരിക്കുകയാണ്. അന്ന് ഈ മണിപ്പൂർ അടക്കമുള്ള വിഷയങ്ങളിൽ മൗനം പാലിച്ച സഭാധ്യക്ഷന്മാർക്കെതിരെ വലിയ വിമർശനം നമ്മുടെ പൊതുസമൂഹത്തിൽ ഉയർന്നതാണ്. പക്ഷേ മൗനം കൊണ്ട് കാര്യമില്ല എന്ന ഒരു തലത്തിലേക്ക് KCBC എത്തുന്ന ഒരു സാഹചര്യം ഇപ്പോൾ കൈവന്നിരിക്കുകയാണ്. പുതിയ സാഹചര്യം എങ്ങനെയാണ്? അതിനെ രണ്ട് വിധത്തിൽ കാണുവാനാണ് ആഗ്രഹിക്കുക. ക്രിസ്മസ് ദിവസം നടന്ന അത്താഴ വിരുന്നെന്ന് പറയുന്നത് അത് ഇന്ത്യൻ ജനാധിപത്യത്തോടുള്ള ഒരു ആദരവായിരുന്നു. ആ ഇന്ത്യൻ ജനാധിപത്യത്തിൽ ആ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പരമോന്നതമായിട്ടുള്ള ഒരു സ്ഥാനത്തിരിക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി വിളിക്കുമ്പോൾ, അതും ക്രിസ്മസ് ദിനത്തിൽ വിളിക്കുമ്പോഴത്തേക്കിന് അത് തീർച്ചയായിട്ടും അത് ജനാധിപത്യത്തെ സ്നേഹിക്കുന്ന, ജനാധിപത്യത്തെ അംഗീകരിക്കുന്ന ഒരു വിഭാഗം എന്ന നിലയിൽ അവിടെ പോകുവാനുള്ള ബാധ്യസ്ഥതയുണ്ട്. അത് മാത്രമല്ല, ക്രൈസ്തവ സമൂഹം എന്ന് പറയുന്നത് നിലപാടുകൾക്കപ്പുറം നിന്നുകൊണ്ട് തന്നെ മാനവികതയുടെ ഒരു സന്ദേശത്തോടു കൂടി എല്ലാവരുമായിട്ടും സഹവർത്തിത്വത്തിൽ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സമൂഹമാണ്. അത് എക്കാലവും ഞങ്ങളെ ചീത്ത വിളിച്ചവരെയും ഉപദ്രവിച്ചവരെയും അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളും എല്ലാവരുമായിട്ടും ചർച്ചയ്ക്ക് പോകാനായിട്ട് ക്രൈസ്തവ സമൂഹം തയ്യാറായിട്ടുണ്ട്. അതിനെ ആ വിധത്തിൽ വേണം കാണുവാൻ. അതിനെ ആ സമയത്ത് വെച്ചുകൊണ്ട് രാഷ്ട്രീയപരമായിട്ട് ചർച്ച ചെയ്തില്ല എന്ന് പറഞ്ഞ രാഷ്ട്രീയ അജണ്ടകളെയാണ് സഭ എതിർത്തത്. സഭയെ സംബന്ധിച്ചിടത്തോളം എവിടെ ചെന്നു കഴിഞ്ഞാലും വ്യക്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്. അതൊരു രാഷ്ട്രീയ പക്ഷത്തോട് ചേർന്ന് നിൽക്കുന്നതല്ല. ആ പക്ഷം എന്ന് പറയുന്നത് നീതിയുടെ പക്ഷമാണ്. ആ നീതിയുടെ പക്ഷത്ത് നിൽക്കുമ്പോഴത്തേക്കിന് തെറ്റ് കണ്ടാൽ തെറ്റാണെന്ന് പറയുവാനായിട്ടുള്ള ആർജവത്വം എന്ന് സഭാ മേലധ്യക്ഷന്മാർ കാണിച്ചിട്ടുണ്ട്, സഭ കാണിച്ചിട്ടുണ്ട്, സമുദായ സംഘടന എന്ന നിലയിൽ കത്തോലിക്ക കോൺഗ്രസ് കാണിച്ചിട്ടുണ്ട്. അത് തുടരുകയും ചെയ്യും. തീർച്ചയായിട്ടും ഇന്ന് KCBCയുടെ ഇതായിട്ട് വന്നിരിക്കുന്ന ഈ ലേഖനം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു മറുവശമാണ്. ഈ സ്നേഹത്തോടു കൂടിയുള്ള അത്താഴ് വിരുന്നുകൾ നടക്കുമ്പോൾ ആ അത്താഴ് വിരുന്നുകൾക്കൊപ്പം തന്നെ ആ സ്നേഹത്തിൽ ചാലിച്ച അത്താഴ് വിരുന്നുകൾ മാത്രമല്ല, ഇന്ത്യയുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ, ഈ ക്രൈസ്തവ സമൂഹം നേരിടുന്ന യഥാർത്ഥ പ്രശ്നങ്ങളും കൂടെ അഡ്രസ് ചെയ്യുവാനായിട്ട് രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ച് അത്താഴ് വിരുന്നുകൾ തന്നവരെ തയ്യാറാകണമെന്നൊരു സന്ദേശം കൂടി ഇതിൻ്റെ അകത്തുണ്ട്. ഇത് BJPയെ ഉദ്ദേശിച്ചാണ് ഇന്നത്തെ ഈ ലേഖനം ഉള്ളതെങ്കിൽ ഇത് BJPക്ക് മാത്രമല്ല, ഇന്ന് കേരളത്തിലുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇത് ബാധകമാണ് എന്നും കൂടെ ഓർപ്പിക്കുകയാണ്. തല്ലും തലോടലും ഒരുമിച്ച് കൊണ്ടുപോകരുത്. കാര്യമെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, സഭയെ സംബന്ധിച്ചിടത്തോളം ആരുടെയും ഒപ്പമല്ല, ആരെയും എതിർക്കുന്നുമില്ല, ആരെയും അനുകൂലിക്കുന്നുമില്ല. നിങ്ങൾ ചെയ്ത നല്ലതിനെ ഞങ്ങൾ അംഗീകരിക്കും, അതിനൊരു സംശയവും വേണ്ട. പക്ഷേ ആ നല്ലത് ചെയ്തു എന്നതിൻ്റെ പേരിൽ അല്ലെങ്കിൽ നമ്മൾക്കൊരു വേദി തന്നു എന്നതിൻ്റെ പേരിൽ നിങ്ങൾ കാണിക്കുന്ന എല്ലാ കൊള്ളരുതായ്മകളും അത് ശരിയാണെന്ന് പറയണം എന്ന് ശടിക്കരുത്. മറിച്ചൊരു കാര്യം കൂടി ഉണ്ട്. അങ്ങനെ ആരെങ്കിലും കൊള്ളരുതായ്മകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കൊള്ളരുതായ്മ ചെയ്തവരോട് ഞങ്ങൾ സംസാരിക്കരുത് എന്ന് മറ്റാരും വാശി പിടിക്കുകയും ചെയ്യരുത്. ഇതാണ് സഭ പറയുക. സഭ ധാർമ്മികതയുടെ ശബ്ദമായിട്ട് ഇന്നുകൊണ്ട് ക്രൈസ്തവ സമൂഹത്തിന്റെ പീഡനങ്ങൾ ചൂണ്ടിക്കാണിക്കുവാനായിട്ട് ഇന്ന് ഇന്ത്യയിൽ നിലനിന്നിരിക്കുന്ന അവസ്ഥയിൽ, ഈ ചർച്ചകളുടെ ഈ അവസ്ഥയിൽ, ഈ ചർച്ചകൾ നടന്നു പോകുമ്പോൾ, പ്രത്യേകിച്ച് നാളെ പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുന്നു. ഈ ചർച്ചകൾ നടക്കുമ്പോഴത്തേക്കിന് പ്രധാനമന്ത്രിയുടെ ഉൾപ്പെടെയുള്ള ബഹുജന സമക്ഷത്തിലേക്ക് ശ്രദ്ധ തിരിക്കുവാൻ വേണ്ടി തന്നെയാണ് ഇത് എത്തിയിരിക്കുക. ഈ പ്രശ്നങ്ങളൊക്കെ ഇവിടെ നേരിടുന്നുണ്ട്. അത് രാഷ്ട്രീയ പ്രസ്ഥാനം എന്നതിനേക്കാൾ, രാഷ്ട്രീയ ലേഖനം എന്നതിനേക്കാൾ ഉപരി ക്രൈസ്തവ സമൂഹം നേരിടുന്ന വെല്ലുവിളികളെയും പ്രശ്നങ്ങളെയും കൃത്യമായി അവതരിപ്പിക്കുകയാണ് ചെയ്തത്. അത് ആരോടുമുള്ള എതിർപ്പുമല്ല, മറ്റാരോടുമുള്ള സ്നേഹവും എല്ലാം തിരിച്ചറിയുക. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. സ്നേഹത്തോടൊപ്പം തലോടലിനോടൊപ്പം തല്ലാൻ നിങ്ങൾ നോക്കിയിരിക്കരുത്. ഞങ്ങൾക്ക് എല്ലാം മനസ്സിലാകുന്നുണ്ട്. ഓക്കെ, ഞാൻ അങ്ങയിലേക്ക് വരാം. ഇതാണ് KCBCയുടെ നിലപാട്.